ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ PSC ബുള്ളറ്റിൽ നിന്നുള്ള 15 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിൻറ്റഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിൻറ്റഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തത് ബംഗളൂരുവിലാണ്. ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവായ ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവായ ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാനിലാണ് ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്നത്. ഇത് 54ാമത്തെ ഇന്ത്യയിലെ 54ാമത്തെ ടൈഗർ റിസർവ് ആണ്. ഓർത്തിരിക്കുക, ധോൽപൂർ കരൗലി രാജസ്ഥാനിലാണ്. സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നാമം എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് ആര്? സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നാമം കേരളം എന്ന് ആക്കാനായിട്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് പിണറായി വിജയനാണ്. രചയിതാവിൻ്റെ നിര്യാണം കഴിഞ്ഞ് 4 വർഷത്തിനു ശേഷം പ്രസിദ്ധീകരിച്ച ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയതാര്? TN ശേഷനാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതുന്നത്. ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി ആരുടെ ബുക്കാണ്? TN ശേഷൻ്റെ ബുക്കാണ്. സിക്കിൾ സെൽ അനീമിയ 2047 നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടന്ന സംസ്ഥാനം. സിക്കിൾ സെൽ അനീമിയ 2047 നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടന്ന സംസ്ഥാനം മധ്യപ്രദേശിലാണ് സിക്കിൾ സെൽ അനീമിയ 2047 നിർമ്മാർജ്ജനം ചെയ്യുന്ന കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടന്ന സംസ്ഥാനം. ടൈം മാഗസിൻ്റെ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച 100 സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം ഏതാണ്? ടൈം മാഗസിൻ്റെ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച 100 സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം പതേർ പാഞ്ചാലിയാണ് ടൈം മാഗസിൻ്റെ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച 100 സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം. 2023 അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല. 2023 അടയാളം എൻ്റെ ആധാർ പദ്ധതി ഇതിന് തുടക്കം കുറിച്ച ജില്ല കണ്ണൂരാണ്. അടയാളത്തിന് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? കണ്ണൂരാണ്. 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? 202 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 202 202 മെഡലാണ് ഇന്ത്യ നേടിയത്. 2023 സ്പെഷ്യൽ ഒളിമ്പിക്സ് നടന്നത് വേദി എവിടെയായിരുന്നു? ജർമ്മനിയിലെ ബെർലിനായിരുന്നു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ ഏത് പേരിലാണ് പ്രവർത്തിക്കുന്നത്? കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ ഏത് പേരിലാണ് പ്രവർത്തിക്കുന്നത്? മിഷൻ വാത്സല്യ എന്ന പേരിലാണ്. 2023 മഹാരാഷ്ട്രയിലെ ഇത്വാറി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? 2023 മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത് എന്നതാണ് ചോദ്യം. സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിലാണ് മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ അറിയപ്പെടുന്നത്. യുദ്ധക്കപ്പലായ INS കൃപാൺ ഇന്ത്യ കൈമാറിയത് ഏത് രാജ്യത്തിനാണ്? യുദ്ധക്കപ്പലായ INS കൃപാൺ ഇന്ത്യ കൈമാറിയത് ഏത് രാജ്യത്തിനാണ്? വിയറ്റ്നാമിനാണ് INS കൃപാൺ ഇന്ത്യ കൈമാറിയത്. ആരുടെ പൂർണ്ണകായ പ്രതിമയാണ് 2023 ജൂലൈയിൽ ബ്രിട്ടനിൽ വിംബിൾഡണിൽ അനാച്ഛാദനം ചെയ്തത്? ആരുടെ പൂർണ്ണകായ പ്രതിമയാണ് 2023 ജൂലൈയിൽ ബ്രിട്ടനിൽ വിംബിൾഡണിൽ അനാച്ഛാദനം ചെയ്തത്? സിസ്റ്റർ നിവേദിതയുടെ പൂർണ്ണകായ പ്രതിമയാണ് ബ്രിട്ടനിൽ അനാച്ഛാദനം ചെയ്തത്.
രാജ്യത്താദ്യമായി കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെൻ്ററുകൾ ആരംഭിച്ച പോലീസ് സേന. രാജ്യത്ത് ആദ്യമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെൻ്ററുകൾ ആരംഭിക്കുന്ന പോലീസ് സേനയാണ് കേരള പോലീസ്. കേരള പോലീസാണ് കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെൻ്ററുകൾ ആരംഭിക്കുന്നത്. എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിങ് വിത്ത് നേച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിങ് വിത്ത് നേച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മാധവ് ഗാഡ്ഗിലാണ്. നമുക്ക് ബുക്കിൻ്റെ പേര് കേൾക്കുമ്പോഴേ നമുക്കൊരു ഐഡിയ കിട്ടും. എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിങ് വിത്ത് നേച്ചർ എന്ന് പറയുമ്പോഴേ ഓർത്തോണം, മാധവ് ഗാഡ്ഗിലിൻ്റെ ബുക്കാണ്. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിൻ്റെ അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ച ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിൻ്റെ അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ച ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ് ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ. അതിന് എന്ത് അവാർഡാണ് ലഭിക്കുന്നത്? സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡാണ് ലഭിക്കുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.